ബാബിലോണ്യ പ്രവാസത്തിൽ നിന്നും മടങ്ങിവന്ന ദൈവജനം തകർക്കപ്പെട്ട തങ്ങളുടെ ദൈവാലയം സെരുബാബേലിന്റെ നേതൃത്വത്തിൽ പുതുക്കി പണിയുവാൻ തുടങ്ങി. ആ സമയം ശത്രുക്കൾ അതിനെതിരെ ശക്തമായ എതിർപ്പുകളുമായി മുന്നോട്ട് വന്നു. ദൈവമക്കളുടെ ഉയർച്ച തിന്മയുടെ ശക്തികൾക്ക് ഒരിക്കലും താങ്ങാനാവുകയുമില്ല. എന്നാൽ ദൈവം സെഖര്യാ പ്രവാചകനിലൂടെ സെരുബാബേലിനെ ധൈര്യപ്പെടുത്തി. ദൈവമക്കളെ, നിങ്ങളുടെ ഉയർച്ചയെ, അനുഗ്രഹത്തെ തടയാൻ ശത്രു മഹാസൈന്യം പോലെ അതിശക്തിയോടെ എഴുന്നേറ്റ് വന്നു എന്ന് വരാം. പക്ഷേ കർത്താവ് തന്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റുക തന്നെ ചെയ്യും. സാത്താന്യ ശക്തികൾ എത്ര ബലമുള്ളതാണെങ്കിലും ദൈവത്തിന് അതൊരു പ്രശ്നമേ അല്ല. തകർന്നു പോയതിനെ പുതുക്കി പണിയാനും നഷ്ടമായ ആത്മബലവും രക്ഷയുടെ സന്തോഷവും തിരികെ തരാനും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നും ശക്തൻ തന്നെ. സെഖര്യാ പ്രവചനം 4-ാം അധ്യായം 6-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: സൈന്യത്താലല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാലത്രേ. അതെ, സർവശക്തനായവൻ തന്റെ ആത്മാവിനാൽ താങ്കളെ ഇന്ന് പുനരുദ്ധരിക്കും. ദൈവപൈതലേ, വിശ്വസിക്കൂ, ധൈര്യമായിട്ട് മുന്നോട്ട് പോകൂ. ദൈവം തന്റെ പദ്ധതി താങ്കളുടെ ജീവിതത്തിൽ വിജയകരമായി നിറവേറ്റും. ആമേൻ.